മലപ്പുറം ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ ഇല്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത നമുക്ക് മുന്നിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി, ജില്ലയിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ചു. നിപ്പ ബാധിച്ച പാലക്കാട് സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. CV അനുമോദ് ഉണ്ട് നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. വലിയ ആശ്വാസം നൽകുന്ന വാർത്തകളാണ്. നിപ്പയുമായി ബന്ധപ്പെട്ട് ആശങ്കയെല്ലാം അകലുന്നു അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. നിപയുടെ ആശങ്ക മലപ്പുറം ജില്ലയിൽ നിന്ന് അകലുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മക്കരപ്പറമ്പ്, കുറുവ, മങ്കട പഞ്ചായത്തുകളിലൊക്കെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതായിട്ടാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസങ്ങളിൽ മറ്റാർക്കും തന്നെ നിപ്പ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് നിപ്പ ഭീതി, ആശങ്ക ജില്ലയിൽ നിന്ന് അകന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 116 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരും, അങ്ങനെ ആകെ 499 പേർ ഈ 2 ജില്ലകളിലും ഈ 4 ജില്ലകളിലും സമ്പർക്ക പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജാഗ്രത തുടരുന്നുണ്ട്. 11 പേർ ചികിത്സ മലപ്പുറത്ത് തേടിയിട്ടുണ്ട്. 2 പേർ ICUവിലാണ്. ഇവർക്കൊന്നും തന്നെ നിപ്പയല്ല, പകരം പനിയും അതുപോലെയുള്ള രോഗലക്ഷണങ്ങളൊക്കെയാണുള്ളത്. 56 പേരുടെ സാമ്പിളുകൾ മലപ്പുറം ജില്ലയിൽ ഇതുവരെ നെഗറ്റീവായിട്ടുണ്ട്. ആരും തന്നെ പോസിറ്റീവായിട്ടില്ല. 56 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുമുണ്ട്. അത്തരത്തിൽ മലപ്പുറത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യം തന്നെ നിപ്പയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാലക്കാട് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. പാലക്കാട് കണ്ടെയ്ൻമെന്റ് സോണുകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. തച്ചനാട്ടുകരയിലെ 7-ാം വാർഡ് പഞ്ചായത്തിലെ 7-ാം വാർഡ്, 8-ാം വാർഡ്, 9-ാം വാർഡ്, 11-ാം വാർഡ്, കരിമ്പുഴ പഞ്ചായത്തിലെ 17-ാം വാർഡ്, 18-ാം വാർഡ്, അങ്ങനെ 5 വാർഡുകളിൽ പാലക്കാട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 5 പേർ ഐസൊലേഷനിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 178 പേർ പാലക്കാട് സമ്പർക്ക പട്ടികയിലുണ്ട്. പക്ഷേ ആർക്കും തന്നെ രോഗബാധ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളോ അത്തരം സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് പാലക്കാടിനെ സംബന്ധിച്ചും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഈ നിപ്പ ബാധിച്ച 38-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ നിപ്പയെ പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ അവരുടെ സന്ദർശനം തുടരുകയാണ്. ഇന്ന് പാലക്കാട് ജില്ലയിൽ തച്ചനാട്ടുകര എത്തി ഈ 38-കാരിയുടെ മേഖലയിൽ വവ്വാലുകളെ അവർ നിരീക്ഷിക്കും. വവ്വാലുകളെ പിടികൂടി അവയുടെ ശരീരത്തിൽ നിന്ന് സ്രവവും രക്തവും പരിശോധനയ്ക്കായി ശേഖരിക്കാനുള്ള നടപടികൾ ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ നിപ പടരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുള്ള നടപടികളും കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ട്. എന്നാണെങ്കിലും നിപയിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയെന്ന് മലപ്പുറം ജില്ലയ്ക്ക് ആശ്വാസം നൽകുന്നു. പക്ഷേ പാലക്കാട് ജില്ലയിൽ ജാഗ്രത അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യ. യെസ്, CV അനുമോദാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പയുടെ ആശങ്ക അകലുന്നു എന്നതാണ് ആശ്വാസകരം.